നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത് ഫോർഹാൻഡ് ഹൈ സർവീസിനെ കുറിച്ചിട്ടാണ്. ഫോർഹാൻഡ് ഹൈ സർവീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 4 കാര്യങ്ങളെ കുറിച്ച് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ പലരും വിട്ടുപോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ റാക്കിന്റെ കോക്ക് ആൻഡ് അൺകോക്ക്. ഇതിനെക്കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ബാഡ്മിന്റണിൽ പ്രധാനമായും 2 സർവീസുകളാണ് ഉള്ളത്. ഒന്ന് ഫോർഹാൻഡ് ഹൈ സർവീസ്, ബാക്ക് ഹാൻഡ് സർവീസ്. ഇന്ന് ഫോർഹാൻഡ് ഹൈ സർവീസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ആദ്യമായി നമ്മൾ സ്റ്റാൻസിനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ലെഫ്റ്റ് ലെഗ് ഓപ്പൺ കോർട്ടിലോട്ട് ടോ പോയിന്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ വലത് കാല് സൈഡ് ലൈനിലോട്ട് പോയിന്റ് ചെയ്ത് വെക്കുക. ഇതൊരു എൽ ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഇതാണ് സർവീസിന്റെ സ്റ്റാൻസ്. ഈ കാല് കുറച്ച് ബാക്കിലോട്ടോ പോകാനോ പാടില്ല. നമ്മൾക്ക് ഒരു കംഫർട്ട് പൊസിഷനിലായിരിക്കണം സർവീസ് ചെയ്യുമ്പോൾ ഉണ്ടാകേണ്ട സ്റ്റാൻസ്. അടുത്തതായി ഫുഡ് മൂവ്മെന്റ്. നമ്മുടെ ലെഫ്റ്റ് ലെഗിന്റെ മൂവ്മെന്റ് ടോ മേലിലോട്ട് ഉയർത്തി വെക്കുക. സർവീസ് ചെയ്യുന്നതിന്റെ കൂടെ ഇത് ഫ്ലോറിൽ ടച്ച് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ റാക്കറ്റ് ലെഗ് അഥവാ റൈറ്റ് ലെഗ് പോയിന്റ് ചെയ്തിരിക്കുന്ന സൈഡ് ലൈനിലോട്ടാണ്. അവിടെ നിന്നിട്ട് ഹീല് മാത്രം റേസ് ചെയ്തുകൊണ്ട് ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കും. സർവീസ് ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്ക് ആണ് 1 കാല് ലിഫ്റ്റ് ആയി പോവുക, 2 കാല് ഡ്രാഗ് ചെയ്യുക. ഇങ്ങനെ സംഭവിച്ചാൽ അമ്പയർ സർവീസ് ഫോൾട്ട് വിളിക്കും, ഓപ്പണിന് ഒരു പോയിന്റ് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ലൈനിനോട് ചേർന്നതാണ് നമ്മൾ സർവീസ് ചെയ്യുന്നത്. ഒരു കാരണവശാലും ഈ സർവീസ് ലൈനിലോട്ട് കാല് ടച്ച് ചെയ്യാൻ പാടില്ല. അങ്ങനെ ടച്ച് ചെയ്താലും ഫോൾട്ടാണ്, ഓപ്പണിന്റെ പോയിന്റ് കിട്ടും. ആദ്യം നമ്മൾ സ്റ്റാൻസിനെ കുറിച്ച് പറഞ്ഞു, രണ്ടാമത് കാലുകളുടെ മൂവ്മെന്റിനെ കുറിച്ച് പറഞ്ഞു. ഇനി അടുത്തതായി പറയാൻ പോകുന്ന ഹാൻഡ് മൂവ്മെന്റിനെ കുറിച്ച്. സർവീസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം ഹാൻഡിന്റെ ആക്ഷൻ. ലെഫ്റ്റ് ഹാൻഡിന്റെ മൂവ്മെന്റ് എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. ലെഫ്റ്റ് ഹാൻഡ് നമുക്ക് മാക്സിമം നമ്മുടെ ഷോൾഡർ ലെവലിൽ ഉയർത്തിപ്പിടിക്കുക. അത് ഓരോ പ്ലെയറുടെയും ഓരോ ഇഷ്ടമനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും പിടിക്കാം. അതിന് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. അപ്പൊ നമുക്ക് മാക്സിമം നമ്മൾ ഷട്ടിൽ ഉയർത്തിപ്പിടിക്കുക. നമ്മുടെ ഫ്രണ്ടില് ഷട്ടിൽ വീഴുന്ന രീതിയിൽ ഇടുക. ഷട്ടിൽ പിടിക്കുന്നത് നമ്മൾ 2 വിരൽ വെച്ച് പിടിക്കുക. ഇങ്ങനെ പിടിക്കാതിരിക്കാൻ നോക്കുക. ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മൾ ഷട്ടിൽ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഒബ്ലി ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലെ. ഒരു ഗ്ലാസ് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് എങ്ങനെയാണോ നമ്മൾ കയ്യിൽ ഹോൾഡ് ചെയ്യുന്നത് അതുപോലെ പിടിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ജസ്റ്റ് ആ വിരലുകളെല്ലാം ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഷട്ടിൽ നമ്മൾ ഇട്ടതിന് ശേഷം പലരും ഇതിങ്ങനെയൊക്കെ ഹോൾഡ് ചെയ്യുന്നത് കാണാറുണ്ട്. അത് ചെയ്യാതിരിക്കാൻ നോക്കുക. ഷട്ടിൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ താഴെയാണ് നമ്മുടെ വലത് റിസ്റ്റ് വരുന്നത്. അതുകൊണ്ട് ഇടത് റിസ്റ്റും ആ ലൈനിൽ കൊണ്ടുവെക്കുക. എവിടെ അതിന്റെ ഓപ്പോസിറ്റ് വരാനും ശ്രമിക്കുക. അതായത് ഈ കൈ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഈ കൈ ബാക്കിലോട്ട് പോകാൻ ശ്രമിക്കുക. എപ്പോഴും ഈ റിസ്റ്റുകൾ തമ്മിലൊരു ബന്ധമുണ്ട്. ഇതെപ്പോഴും കളിക്കുമ്പോൾ ഓപ്പോസിറ്റ് ആയിരിക്കണം. താഴത്തെ ബോളാണ് നിങ്ങൾ കളിക്കുന്നതെങ്കിൽ 2 റിസ്റ്റും താഴെ ആയിരിക്കണം. അത് എപ്പോഴും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. വലത് കൈയെ പറ്റിയാണ് പറയുന്നത്. വലത് കൈ ഫോർഹാൻഡ് ഗ്രിപ്പിൽ പിടിക്കുക റാക്കറ്റ്. അതിനുശേഷം ഫ്ലെക്സ് ചെയ്ത് പിടിക്കുക. കൈ ഇങ്ങനെ ഇരിക്കുന്ന കൈ ഇങ്ങനെ ഫ്ലെക്സ് ചെയ്ത് പിടിക്കുക. കിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് അൺകോക്ക് ചെയ്യുക. അതായത് ഫ്ലെക്സ് ചെയ്ത് പിടിച്ചിരിക്കുന്ന കൈ നോർക്കുക. 4മതായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് റിക്കവർ. സർവീസിന് ശേഷം നമ്മൾ എങ്ങനെയാണ് കാലുകളും കൈകളും മൂവ് ചെയ്ത് അടുത്ത സ്റ്റാൻസിലോട്ട് പോകുന്നതെന്നാണ് പറയാൻ പോകുന്നത്. സർവീസിന് ശേഷം നമ്മുടെ ഒരു പൊസിഷൻ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. കാല് ബാക്കിലായിരിക്കും. ഈ ബാക്കിലിരിക്കുന്ന കാലിനെ നമ്മൾ ലെഫ്റ്റ് ലെഗിന്റെ നേരെ പാരലായിട്ട് വെക്കുക. ഇതാണ് സർവീസിന് ശേഷമുള്ള കാലിന്റെ മൂവ്മെന്റ്. അതുപോലെ തന്നെ കൈയുടെ മൂവ്മെന്റ് നമ്മൾ സർവീസിന് ശേഷം നമ്മുടെ ഷോൾഡറിന്റെ മേളിലായിരിക്കും നമ്മുടെ റാക്കറ്റ് ഇരിക്കുന്നത്. ഈ റാക്കറ്റിനെ നമ്മുടെ ഫ്രണ്ടിലൂടെ തന്നെ മുന്നിലോട്ട് കൊണ്ടുവരിക. കുറച്ച് താഴ്ത്തി പിടിക്കുക റാക്കറ്റ്. നമ്മുടെ സർവീസ് ഹൈ സർവീസ് ആണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് റാക്കറ്റ് കുറച്ച് താഴ്ത്തി വെക്കുക. അടുത്ത ബാക്കിലിരിക്കുന്ന കൈ ഇതേ രീതിയിൽ തന്നെ ഈ കൈ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഈ കൈയും വെക്കാൻ ശ്രമിക്കുക. ഒരു കൈ മുന്നിലും ഒരു കൈ പുറകിലും ഒന്നും വെക്കാൻ പാടില്ല. 2ഉം ഒരേ ലൈനിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാൻ നോക്കുക. ഈ ഒരു സ്റ്റാൻസ് ആണ് ഡിഫൻസ് സ്റ്റാൻസ് ആണെന്ന് പറയുന്നത്. ഈ സ്റ്റാൻസിനെ പറ്റി നമ്മൾ അടുത്ത വീഡിയോയിൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. നമ്മൾ ഇന്ന് ഷെയർ ചെയ്തത് ഫോർഹാൻഡ് ഹൈ സർവീസിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ബാഡ്മിന്റനെ കുറിച്ചുള്ള നിരവധി വീഡിയോസ് നമ്മൾ ഇതുപോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കൂടുതൽ വീഡിയോസിന് വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.